സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ സ്വപ്നത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിക്കാൻ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? വളരെ വിരളമായ ഒരു കാര്യമാണത്. ഭഗവാന്റെ ദർശനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രയേ അധികം സൗഭാഗ്യം നൽകുന്ന ഒന്നാണ് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനും അപ്പുറമാണ്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാന്റെ ദർശനം അല്ലെങ്കിൽ സ്വപ്നത്തിൽ നിങ്ങൾ ഭഗവാനെ കാണാൻ സാധിച്ചു എങ്കിൽ അത് ഇന്ന് ലോകത്തിലുള്ള കോടാനുകോടി ഭക്തന്മാരിൽ വളരെ കുറച്ചു പേർക്ക് മാത്രം ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ് അല്ലെങ്കിൽ ഒരു സൗഭാഗ്യമാണ് ഭഗവാന്റെ ദർശനം, സ്വപ്നത്തില് ദർശനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ ആർക്കെങ്കിലും സ്വപ്നത്തില് ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയതിന് ശേഷം ഭഗവാന് ഒരു പാൽപ്പായസം നിവേദ്യമായിട്ട് സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ആ പാൽപ്പായസം കഴിക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്കെല്ലാം തന്നെ ആ പായസം കൊടുക്കുകയും അതിനുശേഷം നിങ്ങളും കൂടെ അത് കഴിക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സൗഭാഗ്യപൂർണമായ ഒരു അന്തരീക്ഷം ഇനി സംജാതമാകാൻ പോകുന്നു എന്ന ഒരു അനുഭവമാണ്, അല്ല ഒരു കാര്യമാണ് നിങ്ങളിലൂടെ ഭഗവാന്റെ ദർശനത്തിലൂടെ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഭഗവാന്റെ ദർശനം ലഭിക്കുന്നത് വളരെ കുറച്ച് ഭക്തന്മാർക്ക് മാത്രമാണ്. അങ്ങനെ കോടാനുകോടിയുള്ള ഭഗവാന്റെ ഭക്തന്മാരിൽ വളരെ അങ്ങനെ ഒരു സ്വപ്നത്തിൽ ഒരു ദർശനം സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം, വളരെ സന്തോഷകരമായ ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് ഭഗവാൻ ഇതിലൂടെ നൽകുന്നത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുപ്പ് നടത്തുന്നതിനും അതിനുവേണ്ടിയുള്ള ആ കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ തൊട്ടടുത്ത ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി പാൽപ്പായസം കഴിച്ച് അത് നമ്മൾ സേവിക്കുന്നതിന്റെ ഫലമായിട്ട് ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയും ആ അനുഗ്രഹത്താൽ നമ്മൾ പിന്നീടുള്ള നമ്മുടെ ജീവിതം നമുക്ക് സൗഭാഗ്യപൂർണമായി തീരുകയും എന്തെന്നില്ലാത്ത ഒരു അനുഭൂതി അല്ലെങ്കിൽ മറ്റുള്ള ഒരു ഉയർച്ച അല്ലെങ്കിൽ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെ എല്ലാം തന്നെ മറികടന്ന് അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ദുഃഖങ്ങളെല്ലാം അവസാനിച്ച ഒരു സൗഭാഗ്യപൂർണമായ ജീവിതം നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇതിലൂടെ ഭഗവാൻ നൽകുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്വപ്നത്തിൽ ഭഗവാന്റെ ദർശനം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സ്വപ്നത്തിൽ നിങ്ങൾക്ക് ഭഗവാനെ കാണാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ചെയ്യണേ. അങ്ങനെ വളരെ കുറച്ച് ആളുകൾ, ഭഗവാന്റെ ഭക്തന്മാർക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ് ഈ ഭഗവാന്റെ ദർശനം ലഭിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഭഗവാന്റെ ദർശനം സ്വപ്നത്തിൽ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആ കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ. എല്ലാവരും ഒന്ന് അറിയട്ടെ ഭഗവാന്റെ ആ ലീലാവിലാസങ്ങൾ. ഭഗവാന്റെ ഈ ലീലാവിലാസം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തെ ഒരു പൂർണ്ണമാക്കി തീർക്കാൻ പോവുകയാണ് എന്നതിൻ്റെ ഒരു സൂചനയാണ് ഭഗവാൻ നമുക്ക് നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിത്യവും സന്തോഷപൂർണമായ ഒരു ജീവിതം ഇനി നമുക്ക് വേണ്ടി വരാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അധ്യായം വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചോളൂ. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.